നോക്കൂ മക്കളെ, നമ്മുടെ കോൺസെപ്റ്റാണ് ഓംസ് ലോ. ഓംസ് ലോ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നോക്കാം, ഇതൊരു കണ്ടക്ടറാണ്. അതിലൂടെ കറണ്ട് കടന്നു പോകാൻ പോവുകയാണ്. നമുക്കറിയാം, കറണ്ട് കടന്നു പോകണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ശരിയാണോ മക്കളെ? കറണ്ട് കടന്നു പോകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. സോ ഞാൻ എ എന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ കൊടുത്തു, ബി എന്ന പോയിന്റിൽ മറ്റൊരു പൊട്ടൻഷ്യൽ കൊടുത്തു. സോ പൊട്ടൻഷ്യൽ ഇതെന്താണ്? ഹയർ പൊട്ടൻഷ്യൽ ആണ്. എന്താണ്? ലോവർ പൊട്ടൻഷ്യൽ ആണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും മക്കളെ? കറണ്ട് ഫ്ലോ ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകും. എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ആ സെയിം ഡയറക്ഷനിൽ ആരൊഴുകും? കറണ്ട് ഒഴുകും. ഈ കാര്യം മനസ്സിലായോ? ശരി, നോക്ക്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അതായത് നിങ്ങൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ കറണ്ട് ഫ്ലോ നടക്കും. ബേസിക് കാര്യമാണ്. കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ കൂടുതൽ കറണ്ട് ഫ്ലോ നടക്കും. അങ്ങനെ നിങ്ങൾക്ക് പറയാം വി which is equal to a constant into I. ശരിയാണോ? V divided by I which is equal to a constant. മക്കളെ, ഈ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരെന്താണ്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ്. So Ohm's law which is equal to V which is equal to I into R. V which is equal to എങ്ങനെ പറയാം? I into R. ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ്. വി ഐ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വി, ഇവിടെ ഐ. തിരിച്ചും മറിച്ചും വരയ്ക്കാം. ഞാൻ രണ്ട് വരച്ച് കാണിച്ചു തരാം. ഇത് വി, ഇത് ഐ. നിങ്ങൾക്ക് മക്കളെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തേ. നിങ്ങൾ പറയും സാർ സ്ലോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ, ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? വി. അഡ്ജസന്റ് സൈഡ് എത്രയാണ്? ഐ. വി ബൈ ഐ എന്താ മക്കളെ? ആർ ആണ്. ശരിയാണോ? ഇനി ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോടാ, ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ? ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെയാണെങ്കിൽ വി വരച്ചു, ഇവിടെ ഐ വരച്ചു. ഞാൻ ഗ്രാഫ് ഇങ്ങനെ വരച്ചു. ഇത് തീറ്റ, ഇത് തീറ്റ 1 വിചാരിച്ചു, ഇത് തീറ്റ 2. ഓക്കെ, തീറ്റ 2. നമുക്ക് മക്കളെ ഇവിടെ നിങ്ങൾ ടാൻ തീറ്റ എടുക്കുകയാണ്, സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഐ ആണ്. ഡിവൈഡ് ബൈ വി. മക്കളെ ഐ ബൈ വി എന്താണ്? അത് 1 ഡിവൈഡ് ബൈ ആർ ആണ്. എന്താണ്? 1 ഡിവൈഡ് ബൈ ആർ ആണ്. സോ ഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറയണം. ഗ്രാഫ് നോക്കിയിട്ട് ആൻസർ പറയണം. ഇവിടെയാണെങ്കിൽ ഞാൻ വിളിച്ചു വി, ഇവിടെ ഐ. ഇത് മെറ്റീരിയൽ നമ്പർ 1, ഇത് മെറ്റീരിയൽ നമ്പർ 2. സോ ഏത് മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഏത് റെസിസ്റ്റൻസിന്റെ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ? സോ എങ്ങനെ വരയ്ക്കും നിങ്ങൾ? നിങ്ങൾ പറയും സാർ ടാൻ തീറ്റ എടുക്കണം. ശരിയാണോ? സോ ഇവിടുത്തെ നിങ്ങൾ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഐ ആണ് വരുന്നത്. സോ ഐ ഡിവൈഡ് ബൈ വി. സോ മക്കളെ ഐ ബൈ വി എന്താണ്? 1 ഡിവൈഡ് ബൈ ആർ ആണ്. സോ തീറ്റ കൂടുന്നതനുസരിച്ച് ആര് കുറയാൻ നോക്കും? റെസിസ്റ്റൻസ് കുറയും. തീറ്റ കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ കേസിൽ, ഈ കേസിൽ നോക്ക്, നമ്മൾ ഇക്വേഷൻ എഴുതി നോക്കണം. ഈ കേസിലാണെങ്കിൽ വി താഴെയാണ് കിടക്കുന്നതെങ്കിൽ നോക്ക് മക്കളെ, തീറ്റന്റെ വാല്യൂ കൂടുന്നതനുസരിച്ചാണെങ്കിൽ ആരുടെ വാല്യൂ കുറയും? റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും. സോ തീറ്റ ആർക്കാണ് കൂടുതൽ? 1ന് തീറ്റ കൂടുതലാണ്. അതിന്റെ ഫലമാണ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. R1 കുറവാണ്. ആര് കൂടുതലാണ്? R2 കൂടുതലാണ്. ഈ ഗ്രാഫിൽ ഇനി ഗ്രാഫ് ഇങ്ങനെ വരച്ചാലോ? ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ ഐ വരയ്ക്കാൻ പോവുകയാണ്, ഇവിടെ വി എഴുതാൻ പോവുകയാണ്. മക്കളെ ഗ്രാഫ് എങ്ങനെ വരുമടാ? ഇത് 1 2. ഇത് മറ്റൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നോക്ക്, ടാൻ തീറ്റ നോക്കി. ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? വി ആണ് ഇവിടെ. ശരിയാണോ? സോ വി ഡിവൈഡ് ബൈ ഐ. വി ബൈ ഐ എന്താ മക്കളെ? ആർ ആണ്. തീറ്റ കൂടുന്നതനുസരിച്ച് ആര് കൂടിക്കൊണ്ടിരിക്കും? റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. സോ തീറ്റ ആർക്കാണ് കൂടുതൽ? 1ന് തീറ്റ കൂടുതലാണ്. സോ R1 വലുതാണ് ഇവിടെ, R2 ചെറുതാണ് ഇവിടെ. സോ ഈ ഗ്രാഫിൽ ഇങ്ങനെയാണ്. സോ ഗ്രാഫ് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. റെസിസ്റ്റൻസ് കൂടുതലാണോ കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് നോക്കണം. എന്താണ് തന്നിരിക്കുന്നത് നോക്കുക. ഇക്വേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ മക്കളെ? സിമ്പിൾ കാര്യമല്ലേ? സോ സിമ്പിൾ, ചെറിയ കാര്യമാണ്. നമുക്കറിയാം R which is equal to പറഞ്ഞ ഇക്വേഷൻ എന്താണ്? റോ എൽ ബൈ എ.
സോ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? റോയെ ഡിപ്പെൻഡ് ചെയ്യും. ശരിയാണോ? അത് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും. റോ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ റോ ഡിപ്പെൻഡ് ചെയ്യും, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. സോ റെസിസ്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പറഞ്ഞേ മക്കളെ, മെറ്റീരിയലിനെ, ടെമ്പറേച്ചറിനെ ആര് ഡിപ്പെൻഡ് ചെയ്യും? റോ ഡിപ്പെൻഡ് ചെയ്യും. എൽ ആര് ഡിപ്പെൻഡ് ചെയ്യും? അല്ലെങ്കിൽ ആര് ഡിപ്പെൻഡ് ചെയ്യും? എൽ ഡിപ്പെൻഡ് ചെയ്യും. ആര് ഡിപ്പെൻഡ് ചെയ്യും? എ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായോ? സോ റെസിസ്റ്റൻസ് പറയണത് റോയെയും എല്ലേയും എയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ, ടെമ്പറേച്ചർ, ലെങ്ത്, ഏരിയ. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ, ചെറിയ കാര്യമാണ്. നോക്കൂ മക്കളെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ഡിപ്പെൻഡൻസ് എടുക്കാൻ നോക്കിയാണ് റെസിസ്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ റെസിസ്റ്റൻസ് ആരെയൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സിനെയൊക്കെയാണ്, എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പഠിക്കാൻ പോവുകയാണ്. ഡിപ്പെൻഡൻസി ഓഫ് റെസിസ്റ്റർ. നോക്കൂ മക്കളെ, നോക്കടാ മക്കളെ, ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമുക്കറിയാം ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ആര് ഡിപ്പെൻഡ് ചെയ്യും? മെറ്റീരിയലിനെ. ആര് ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ. ആര് ഡിപ്പെൻഡ് ചെയ്യും? ലെങ്തിനെ. ആര് ഡിപ്പെൻഡ് ചെയ്യും? ഏരിയയെ. നമ്മൾ ഓരോന്നും പഠിക്കാൻ പോവുകയാണ്. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? ആറ് ലെങ്തുമായിട്ട് എന്താണ് റിലേഷൻ? ആറ് ഏരിയയുമായിട്ട് എന്താണ് റിലേഷൻ? ആറ് മെറ്റീരിയലുമായിട്ട് എന്താണ് റിലേഷൻ? ആറ് ടെമ്പറേച്ചറുമായിട്ട് എന്താണ് റിലേഷൻ? എല്ലാം പഠിക്കാൻ പോവുകയാണ്. സോ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ആറിന്റെ ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീറ്റ് എക്സാമിനേഷന് 3-4 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. സോ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ മക്കളെ, സോ ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. നമ്മൾ ആദ്യമേ ലെങ്തിന് എടുക്കാൻ പോവുകയാണ്. ലെങ്ത് സോ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ആണ് ആർ വേഴ്സസ് ലെങ്ത്. ആറും ലെങ്തും, ആർ വേഴ്സസ് ലെങ്ത്. ആറും ലെങ്ത് തമ്മിൽ എന്താണ് റിലേഷൻ? നിങ്ങൾ പറയും സാർ സിമ്പിൾ, ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നല്ലേ സാർ ഇക്വേഷൻ? ഞാൻ പറയും ആണ് മക്കളെ. നിങ്ങൾ ചോദിക്കും സാർ ആർ എന്ന് പറയുന്നത് റോ ഒരു കോൺസ്റ്റന്റ് ആണ്, എ ഒരു കോൺസ്റ്റന്റ് ആണ്, അങ്ങനെയെങ്കിൽ എൽ എന്താണ്? ആർ പ്രപ്പോർഷണൽ ടു എൽ ആണ്. മക്കളെ ഇത് എവിടെ യൂസ് ചെയ്യണം? ആ കാര്യം ഓർത്തിരിക്കണം. എവിടെ യൂസ് ചെയ്യണം? ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. സോ ഈ ഒരു റിലേഷൻ ഉപയോഗിക്കേണ്ടത് ദാണ്ടെ ഇവിടെ നിങ്ങളൊരു വാക്ക് പറഞ്ഞായിരുന്നു. എന്താണ്? എ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഏരിയ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ പറയാകൂ ആർ പ്രപ്പോർഷണൽ ടു എൽ. സോ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കാര്യം പറഞ്ഞു തരാനാണ്. നോക്കിയിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ പറയും ആർ പ്രപ്പോർഷണൽ ടു എൽ. മക്കളെ ഇങ്ങനെ റിലേഷൻ പറയണമെങ്കിലുള്ള കണ്ടീഷൻ പറഞ്ഞേ. ഇഫ് ഏരിയ ഈസ് എ കോൺസ്റ്റന്റ്. നോക്ക, നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താണ്? ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ? ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇഫ് ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഏരിയ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഏരിയ കോൺസ്റ്റന്റ്, റോ ഒരു കോൺസ്റ്റന്റ് ആണ്. മറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ റോ കോൺസ്റ്റന്റ് ആണ്. ഏരിയയും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പറയും ആർ പ്രപ്പോർഷണൽ ടു എന്താ മക്കളെ? എൽ എന്ന് പറയും. ആർ പ്രപ്പോർഷണൽ ടു എൽ. ഇനി ഞാൻ പറയുകയാണ് ഇഫ് വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ എടുത്ത് പറയത്തില്ല വോളിയം കോൺസ്റ്റന്റ് എടുത്ത് പറയത്തില്ല, പകരം ഒരു കുറച്ച് വാക്കുകൾ ഉപയോഗിക്കും. അവരുപയോഗിക്കുന്ന വാക്കുകളാണ് സ്ട്രെച്ചിങ്, അല്ലെങ്കിൽ ബെൻഡിങ്, അല്ലെങ്കിൽ കംപ്രസിങ്, അല്ലെങ്കിൽ മോൾഡിങ്. സോ സ്ട്രെച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുകയാണ്, കംപ്രസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഉരുക്കി, കണ്ടോ, മെറ്റലിനെ ഉരുക്കി മറ്റൊരു ഷേപ്പിലേക്ക് മാറ്റുകയാണ്. മക്കളെ ഇതൊക്കെ ചെയ്താൽ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? വോളിയം കോൺസ്റ്റന്റ്, വി വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ബെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കംപ്രസ് ചെയ്യുന്നു, മോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? വോളിയം കോൺസ്റ്റന്റ് ആണ്.
മക്കളെ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ പറയരുത്, ഇങ്ങനെ അല്ല പറയേണ്ടത്. പകരം എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് കാണിച്ചു തരാം. വോളിയത്തിന്റെ ഭാഷയിൽ ഇക്വേഷനെ കൊണ്ടുവരണം. നമുക്ക് ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോയൽ ബൈ എ എന്ന ഇക്വേഷനിൽ ഞാൻ മുകളിലും താഴെയും ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ആ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മക്കളെ ഏരിയ ഇൻറ്റു ലെങ്ത് എന്താടാ? വോളിയം ആണ്. സോ ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ ബൈ വോളിയം ഇതാരുണ്ട്? എൽ സ്ക്വയർ. സോ റോ ഒരു കോൺസ്റ്റന്റ് ആണ്, വോളിയവും കോൺസ്റ്റന്റ് ആണ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റന്റ് ആണ്? വോളിയവും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ ആർ പ്രപ്പോർഷണൽ എങ്ങനെ ആയിരിക്കുമടാ? ആർ പ്രപ്പോർഷണൽ ടു എന്താണ്? എൽ സ്ക്വയർ ആണ്. എൽ സ്ക്വയർ ആണ്. ആർ പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ ആണ്. മനസ്സിലായോ? ആർ പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ ആണ്. എങ്ങനെയാണെങ്കിൽ സ്ട്രെച്ചോ ബെൻഡോ കംപ്രഷനോ മോൾഡിങ്ങോ ചെയ്യുമ്പോൾ ലെങ്തുമായിട്ട് എന്താ റേഷ്യോ? ആർ പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ ആണ്. അല്ല ഏരിയ കോൺസ്റ്റന്റ് ആണെങ്കിലോടാ ആർ പ്രപ്പോർഷണൽ ടു എൽ ആണ്. ഓർത്തിരിക്കുമല്ലോ? അപ്പൊ ഞാൻ ചോദിക്കും, സ്ട്രെച്ച് ചെയ്യുന്നു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് പറയും? ആർ പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ. ഡയറക്റ്റ് അപ്ലൈ ചെയ്തോണം, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് പറഞ്ഞോണം. സ്ട്രെച്ചിങ് ഡയറക്റ്റ് പറയണം ആർ പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ. കംപ്രഷനോ ബെൻഡിങ്ങോ മോൾഡിങ്ങോ വെച്ചാലും പറയണം ആർ പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ. ഏരിയ കോൺസ്റ്റന്റ് കണ്ടാൽ പറയും ആർ പ്രപ്പോർഷണൽ ടു എൽ എന്ന് പറയും. ഓർത്തിരുന്നോണേ മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ശരി, നമുക്ക് ഇപ്പം ആർ വേഴ്സസ് എല്ലിനെ പറ്റി ധാരണ കിട്ടി. അടുത്ത എന്താണ്? അടുത്ത ഡിപ്പെൻഡൻസ് എന്താണ്? ആർ വേഴ്സസ് ഏരിയ. ആറും ഏരിയ നമ്മൾ എന്താ റിലേഷൻ? നിങ്ങൾ പറയും ഇക്വേഷൻ നമുക്കറിയാം. ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. മക്കളെ ലെങ്ത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ കണ്ടീഷനാണ് ഇഫ് എൽ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ലെങ്ത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ പറഞ്ഞേ, ലെങ്ത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇത് എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാവൂ? പറഞ്ഞേ, എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാവൂ? ആ ലെങ്ത് ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. മനസ്സിലായോ? ശരി, അപ്പൊ നിങ്ങൾ പറയുകയാണ്, അടുത്ത് പറഞ്ഞു നോക്കേ, ഇഫ് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണെങ്കിലോ? വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിലോ? പറഞ്ഞ മക്കളെ ഇക്വേഷൻ മാറ്റാം. ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നല്ലേ? മുകളിലും താഴെയും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, നമുക്ക് എന്ത് കിട്ടും? ഇത് വോളിയം കിട്ടും. ശരിയാണോ? സോ നമുക്ക് എന്ത് കിട്ടും? റോ ആർ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞു മക്കളെ റോ വോളിയം ഡിവൈഡ് ബൈ എ സ്ക്വയർ. ഇത്രയും കോൺസ്റ്റന്റ് അല്ലേ മക്കളെ? എങ്ങനെ പറയാം? ആർ പ്രപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്ന് പറയണം. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താ മക്കളെ? ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ ആർ വെച്ച് പറഞ്ഞേ പ്രപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ ആർ റേസ് ടു 4 എന്ന് പറയും. ശരിയാണോ? ആർ റേസ് ടു 4 എന്ന് പറയും. ആർ എന്താണ്? റേഡിയസ് ആണ്. കണ്ടക്ടറിന്റെ റേഡിയസ് ആണ്, സ്മോൾ ആർ. മനസ്സിലായോ? ഏരിയ ആണ് പൈ ആർ സ്ക്വയർ. സോ ഇവിടെ ഇട്ട് കൊടുക്കുക, ആൻസർ കിട്ടും എത്രയാണ്? എ സ്ക്വയർ എന്ന് കിട്ടും. നോക്ക്, റോ വി ഡിവൈഡ് ബൈ ഏരിയക്ക് പകരം പറയണം പൈ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? അപ്പൊ ആർ റേസ് ടു 4 എന്ന് വരും. സോ ഈ കാര്യം മനസ്സിലായോടാ? സിമ്പിൾ ആണ്. അപ്പം വോളിയം കോൺസ്റ്റന്റ് എവിടാ? വോളിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ്, ബെൻഡിങ്, കംപ്രഷൻ, മോൾഡിങ് ഇത് കണ്ടാൽ പറയണം ആർ പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ ആണെന്ന് പറയണം. ലെങ്ത് കോൺസ്റ്റന്റ് ആണ് അങ്ങനെ കണ്ടാൽ മാത്രം പറയണം ആർ പ്രൊപ്പോർഷണൽ ടു 1 ബൈ എ എന്ന് പറയണം. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 2 ഡിപ്പെൻഡൻസിനെ പറ്റി കേട്ടു. ഏതൊക്കെയാണ്? ഏരിയയും ലെങ്തും. മക്കളെ ഏരിയയും ലെങ്തിലുമാണെങ്കിൽ ഏത് ഇക്വേഷൻ, ഏത് റിലേഷൻ ഉപയോഗിക്കണം മനസ്സിലായല്ലോ? സ്ട്രെച്ചിങ്, ബെൻഡിങ്, കംപ്രഷൻ, മോൾഡിങ് കണ്ടാൽ പറയും ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ, ആർ പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ. ഓക്കെ ആണോ? ഇക്കാര്യം മനസ്സിലായോ? അടുത്തത് ലെങ്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറയുകയാണ്. ആർ പ്രൊപ്പോർഷണൽ ടു, നോക്ക്, ലെങ്ത് കോൺസ്റ്റന്റ് പറയാൻ പോവുകയാണ്. ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. അപ്പം ആർ പ്രൊപ്പോർഷണൽ ടു 1 ബൈ എ. ഇനി ഏരിയ കോൺസ്റ്റന്റ് ആണ്. ആർ പ്രൊപ്പോർഷണൽ ടു ആർ പ്രൊപ്പോർഷണൽ ടു എൽ. മനസ്സിലായോ? എഴുതി വെച്ചോണം. നമുക്കൊരു ടേബിൾ വരച്ച് കാണിച്ചു തരാം.
ആർ പ്രൊപ്പോർഷണൽ ടു എൽ എന്താ വരുന്നേ ഏരിയ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ ഇതെവിടെ വരുന്നേ വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആർ പ്രൊപ്പോർഷണൽ ടു 1 ഏരിയ എവിടെ വരുന്നേ എൽ വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആർ പ്രൊപ്പോർഷണൽ ടു 1 എ സ്ക്വയർ ഇതെവിടെ വരുന്നേ വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എഴുതി വെച്ച് പഠിച്ചോണം ഏത് റിലേഷനാണ് എവിടെയാണ് വരുന്നതെന്ന്. ഓക്കെ ആണോ? ശരി മക്കളെ, ഇത്രയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റിനേക്ക് പോകാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ സെക്ഷനിലാണെങ്കിൽ ഓരോ വീഡിയോയും പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കും, പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ചെയ്തു തുടങ്ങാം ക്വസ്റ്റ്യൻസ്. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 സിമിലർ ബ്ലോക്ക് ഉണ്ട്. സിമിലർ ബ്ലോക്ക് ആണ്, ഐഡന്റിക്കൽ ആണ്. ഈ ബ്ലോക്കും മെറ്റലിന്റെ ആണ്, ഐഡന്റിക്കൽ ആണ്. ഇവിടുത്തെ ഒരു സൈഡാണ് എ എന്ന് പറയുന്നത്, ഈ സൈഡാണ് ബി എന്ന് പറയുന്നത്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. എന്താണ് സി? ഓക്കെ, ഇതൊരു ബ്ലോക്ക് ആണ്. സോ ബ്ലോക്കിന്റെ ഈ സൈഡ് എ ബി സി, ഇത് എ ബി സി. നോക്കൂ മക്കളെ, അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, എവിടെയാണ് റെസിസ്റ്റൻസ് കൂടുതൽ? സെയിം പൊട്ടൻഷ്യൽ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, എവിടെയാണ് റെസിസ്റ്റൻസ് കൂടുതൽ? സോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സിമിലർ ബ്ലോക്ക് ആണ്. ഇത് രണ്ട് ബ്ലോക്ക് ആണോ? അല്ല, ഒറ്റ ബ്ലോക്ക് ആണ്, സിമിലർ ബ്ലോക്ക് ആണ്. ഈ ബ്ലോക്ക് എങ്ങനെയാണോ അതിന് അതേ ഷേപ്പിലാണ് ഈ ബ്ലോക്ക്. ഇവിടുത്തെ ഏതൊക്കെ ഗുണങ്ങളുണ്ടോ അതേ ഗുണങ്ങളുണ്ട് ഇവിടെയും. അപ്പൊ രണ്ടും ഒരേ കണക്കുള്ള ബ്ലോക്ക് ആണ്. അപ്പൊ ഒരേ കണക്കുള്ള ബ്ലോക്ക് എങ്കിൽ വോളിയം കോൺസ്റ്റന്റ് അല്ലേ? വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ, ഡിപ്പെൻഡൻസ് എങ്ങനെ വരുന്നേ? ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ എന്നല്ലേ പറയണ്ടേ? ആണ്. ആർ പ്രൊപ്പോർഷണൽ ടു 1 എ സ്ക്വയർ എന്നല്ലേ പറയണ്ടേ? ആണ്. സോ വോളിയം കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഇത് പറയും ആർ പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ, ആർ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്നാണ് പറയേണ്ടത്. ശരിയാണോ? ശരി. നോക്കൂ മക്കളെ, ഇവിടെ എന്താണ് ലെങ്ത്? എന്താണ് ലെങ്ത് എന്ന് പറയുന്നത്? കറണ്ട് കടന്നുപോയ നീളം. എൽ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് എന്താണ്? കറണ്ട് കടന്നുപോയ നീളം. ദ ലെങ്ത് വിച്ച് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ. കറണ്ട് എതിലൂടെയാണ് കടന്നു പോയത് അതാണ് നീളം എന്ന് പറയുന്നത്. നോക്ക് മക്കളെ, ഇവിടെയാണെങ്കിൽ കറണ്ട് നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ കടന്നു പോയത്. മറ്റൊരു കളർ വരച്ചു തരാം. കറണ്ട് എങ്ങനെ കടന്നു പോയത്? കറണ്ട് ഇവിടെ ഇങ്ങനെയാണ് കടന്നു പോയത്. നോക്ക്, ഇവിടുന്ന് ഇങ്ങനെയാണ് കറണ്ട് കടന്നു പോകുന്നത്. ശരിയാണോ? കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇതാണ് സി ആണ് ലെങ്ത് എന്ന് പറയുന്നത്. കറണ്ട് ഈ നീളത്തിലാണ് കടന്നു പോയത്. പക്ഷെ ഇവിടെ ആണെങ്കിലും മക്കളെ, ഇവിടുന്ന് കറണ്ട് ഇങ്ങനെയാണ് കടന്നു പോയത്. ശരിയാണോ? ഇവിടെ നീളം എന്താണ്? ബി ആണ്. ബി ആണ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ലെങ്ത് എന്താണ്? ഇവിടുത്തെ ലെങ്ത് സി ആണ്, ഇവിടുത്തെ ലെങ്ത് ബി ആണ്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി, സിമ്പിൾ ആയിട്ട് പറയാൻ കഴിയും. നോക്ക്, ഇവിടെയാണെങ്കിൽ നീളം എവിടെയാണ് കൂടുതൽ? നീളം ഇവിടെ കൂടുതലാണ്. കറണ്ടിന് കൂടുതൽ നീളത്തിലൂടെ കടന്നു പോകേണ്ടത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് പറയാം, ഇവിടുത്തെ ആണെങ്കിൽ ആര് കൂടുതലാണ്? ഇതിന്റെ റെസിസ്റ്റൻസ് R1, ഇവിടുത്തെ റെസിസ്റ്റൻസ് R2 ആണെങ്കിൽ ആര് കൂടുതലാണ് മക്കളെ? R1 കൂടുതലാണ്. R1 വലുതാണ് ആരെക്കാളും? R2വിനേക്കാളും. സോ ബേസിക്കലി നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു റിലേഷൻ എടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ലെങ്ത് ആണ്. സോ ലെങ്ത് എന്ന റിലേഷൻ എടുക്കാം, എന്നിട്ട് പറയാം. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കേ, ഈ രണ്ട് ഭാഗത്തെയും നീളം കമ്പയർ ചെയ്യണം. മക്കളെ, നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് എതിലൂടെയാണ് കടന്നു പോയത്, ഏത് നീളത്തിലൂടെയാണ് കറണ്ട് കടന്നു പോകുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ലെങ്ത്, ഇവിടെ ഇതാണ് ലെങ്ത്. സോ ഈ ലെങ്ത് കൂടുതലാണ്. ലെങ്ത് കൂടുന്നതനുസരിച്ച് ആര് കൂടിക്കൊണ്ടിരിക്കും? റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. സ്ക്വയർ ആയിട്ടാണ് പ്രൊപ്പോർഷണൽ. ശരിയാണോ? അപ്പോൾ നമ്മൾ പറയും ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലാണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറവാണ്. സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ചെറിയ കാര്യം. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, ഇവിടെ 2 മെറ്റൽ ബ്ലോക്ക് ഉണ്ട്, സ്ക്വയർ മെറ്റൽ ബ്ലോക്ക് ഉണ്ട്. എന്താണ്? സ്ക്വയർ ആണ്. ഇത് സ്ക്വയർ ആണ്. ഉണ്ടോ? സ്ക്വയർ മെറ്റൽ ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്. സ്ക്വയർ പ്ലേറ്റ് എങ്ങനെ എഴുതാം? സ്ക്വയർ പ്ലേറ്റ് മക്കളെ, അതിന്റെ തിക്നെസ് സെയിം ആണ്. സെയിം തിക്നെസ്. സോ തിക്നെസ് എന്താണ്? സെയിം ആണ്. ഇതിന്റെ തിക്നെസ് ടി ആണെങ്കിൽ ഇവിടുത്തെ തിക്നെസ് എങ്ങനെയാണ്? ടി തന്നെയാണ്.
ഇനി ഇവിടുത്തെ ലെങ്ത് എ ആണെങ്കിൽ, ഒരു സൈഡ് എ ആണെങ്കിൽ ഇവിടെയും എ ആണ് അല്ലേ, ഇതെല്ലാം എ ആണെങ്കിൽ ഇവിടെ എല്ലാം അത് 2a ആണ്. സോ ഇതെല്ലാം എന്താണ്? 2a ആണ്. ഓക്കെ ആണോ? സെയിം തിക്നെസ് ആണ്, സ്ക്വയർ പ്ലേറ്റ് ആണ്, സെയിം തിക്നെസ് ആണ്. പക്ഷെ ആണെങ്കിൽ നോക്കുക, ഒരു സൈഡ് ആണെങ്കിൽ ഇവിടെ എ ആണെങ്കിൽ ഇവിടുത്തെ ഒരു സൈഡ് 2a ആണ്. അങ്ങനെയെങ്കിൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകാൻ പോവുകയാണ്. ഇതിലൂടെ കറണ്ട് കടന്നു പോകാൻ പോവുകയാണ്. I എന്ന കറണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. മക്കളെ, ഒന്നാമത്തെ പ്ലേറ്റിന്റെ റെസിസ്റ്റൻസ് ആണ് R1, രണ്ടാമത്തെ പ്ലേറ്റിന്റെ റെസിസ്റ്റൻസ് ആണ് R2. അങ്ങനെയെങ്കിൽ പറഞ്ഞിടാ, ഏത് പ്ലേറ്റിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് പറഞ്ഞേ, ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ, R1 ആണോ R2 ആണോ? വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ പറയും സർ, ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണോ മക്കളെ? ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണോ? അല്ലല്ല, വോളിയം കോൺസ്റ്റന്റ് അല്ല, ഇവിടെ ചെറിയ വോളിയം ആണ്, ഇവിടുത്തെ വോളിയം വലുതാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കാണെങ്കിൽ ആ V which is equal to a കോൺസ്റ്റന്റ് എന്ന് പറയാൻ കഴിയത്തില്ല. ഇങ്ങനെ പറയാൻ കഴിയുമോ? അതുപോലെയാണെങ്കിൽ R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ എന്നോ R പ്രൊപ്പോർഷണൽ ടു 1/a സ്ക്വയർ എന്നോ പറയുവാൻ കഴിയില്ല. കാരണം എന്താണ്? വോളിയം കോൺസ്റ്റന്റ് അല്ല. മക്കളെ, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ പറയാവൂ. വോളിയം കോൺസ്റ്റന്റ് ആണോ? അല്ല, വോളിയം കോൺസ്റ്റന്റ് അല്ല. അപ്പൊ നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പറയാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെ പറയും? ഇതിന്റെ ആൻസർ എങ്ങനെയാ പറയുന്നേ? നോക്കണം മക്കളെ, ഇവിടെയാണെങ്കിൽ നമുക്കറിയാം R which is equal to rho L by A ആണ്. ഇവിടെ റോ എന്താണ്? സെയിം പ്ലേറ്റ്, സെയിം തിക്നെസ്, സെയിം മെറ്റീരിയലും കൂടെ ആണോ? അത് തരാൻ മറന്നുപോയി. സെയിം മെറ്റീരിയൽ ആണ്. സെയിം മെറ്റീരിയൽ. സോ സെയിം മെറ്റീരിയൽ ആണ്. അപ്പോൾ റോ എന്താ മക്കളെ? സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ R എന്താണ്? R which is equal to rho L by A ആണ്. റോ കോൺസ്റ്റന്റ് ആണ്. ഇനി നോക്കടാ, ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് എങ്ങനെയാണോ കടന്നു പോണത്, കറണ്ട് എങ്ങനെ കടന്നു പോണേ? കറണ്ട് ഇങ്ങനെയാണ് കടന്നു പോണത്. സോ കറണ്ട് കടന്നു പോകുന്ന പാത്തിന്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ശരിയാണോ? കറണ്ട് കടന്നു പോയ പാത്തിന്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. L എന്താണ്? കറണ്ട് കടന്നു പോയ പാത്തിന്റെ ലെങ്ത്. എത്ര മക്കളെ? അത് A ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു റോ, അതുപോലെ എഴുതാം. എല്ലിന് പകരം പറയണം A എന്ന് പറയണം. ഡിവൈഡ് ബൈ, ഇനി ഏരിയ അതെന്താ മക്കളെ? ഈ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ് ഉള്ളത്, അതാണ് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ഏരിയ. ലെങ്തിന് പെർപെൻഡിക്കുലർ പോകുന്നതാണ് ഏരിയ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ആണ് എടുക്കേണ്ടത്. അത് ഏതാണ്? ഈ ഏരിയ. ഏരിയ എത്രയാണ് മക്കളെ? A ഇൻറ്റു T ആണ്. നോക്ക്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇതല്ലേ ഏരിയ എന്ന് പറയുന്നത്. A ഇൻറ്റു T. ഇത് A ആണ്, ഇത് T ആണ്. A ഇൻറ്റു T. സോ എയും ക്യാൻസലായി, നമുക്ക് കിട്ടും റോ ഡിവൈഡ് ബൈ T. ശരിയാണോ? R1 which is equal to, ഇവിടുത്തെ റെസിസ്റ്റൻസ് R1 ആണ്. R1 which is equal to rho divided by T. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ R2 പറഞ്ഞു തന്നെ മക്കളെ. R2 which is equal to, വീഡിയോ പോസ്റ്റ് ചെയ്തേ, പെട്ടെന്ന് പറഞ്ഞേ. ലെങ്ത് എന്താണ്? റോ ഞാൻ അതുപോലെ എഴുതി, കാര്യം സെയിം മെറ്റീരിയൽ ആണ്. റോ അതുപോലെ എഴുതി. പറഞ്ഞ മക്കളെ, ലെങ്ത് എന്താണ്? പറയണം 2a ആണ് സർ എന്ന് പറയണം. 2a ആണ്. സോ 2a ആണ്. ഡിവൈഡ് ബൈ 2a ഡിവൈഡ് ബൈ, ഇനി ഏരിയ ഇതല്ലടാ ഏരിയ. സോ 2a ഇൻറ്റു T. ശരിയാണോ? 2a ഇൻറ്റു T. സെയിം തിക്നെസ് ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ 2a ക്യാൻസൽ ആയി. റോ ഡിവൈഡ് ബൈ T. നമുക്ക് മനസ്സിലായി ആരും സെയിം ആണ്. R1 which is equal to R2 ആണ്. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു മെറ്റൽ ബ്ലോക്ക് ആണ്. എന്താണ്? മെറ്റൽ ബ്ലോക്ക് ആണ്. കറണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഉണ്ടോ? പേരാണ് AB. കറണ്ട് AB-യിലൂടെ കടന്നു പോവുകയാണ്. കറണ്ട് PQ-യിലൂടെ കടന്നു പോകും. കറണ്ട് XY-യിലൂടെ കടന്നു പോകും. ഓക്കെ, കറണ്ട് XY-യിലൂടെ കടന്നു പോകുന്നുണ്ട്, PQ-യിലൂടെ കടന്നു പോകുന്നുണ്ട്, AB-യിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഓരോ ഭാഗത്തിലൂടെയും RAB, അതുപോലെ RPQ, അതുപോലെ RXY, ഇതൊന്ന് കമ്പയർ ചെയ്യണം. ഏതാണ് വലുത്, ഏതാണ് ചെറുത്? നോക്ക് മക്കളെ, ചെയ്യാമല്ലോ. നമുക്ക് ആദ്യമേ RAB കണ്ടുപിടിക്കാം. RAB കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരൊറ്റ മെറ്റീരിയൽ ആണ്. അതോ വ്യത്യസ്തമായ കണ്ടക്ടർ ഉണ്ടോ? ഇല്ല, ഒരൊറ്റ കണ്ടക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ കണ്ടക്ടർ ഉള്ളെങ്കിൽ വോളിയം സെയിം അല്ലേ മക്കളെ? വോളിയം സെയിം ആണ്.
വോളിയം എന്താണ്? വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സോ വോളിയം കോൺസ്റ്റന്റ് ആണ് മക്കളെ. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ എന്ന് പറഞ്ഞുകൂടെ? പറയാം. R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ. സോ ഇവിടെയാണെങ്കിൽ ഞാൻ പേര് പറയാൻ പോവുകയാണ്. നോക്ക്, ലെങ്ത് L എന്ന് പറഞ്ഞു, ബ്രെഡ്ത്ത് B എന്ന് പറഞ്ഞു, ഹൈറ്റ് H എന്ന് പറഞ്ഞു. സോ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇതിൽ വലുത് ആരാണ്? ഏറ്റവും വലുത് ബ്രെഡ്ത്ത് ആണ്. ഉണ്ടോ? ബ്രെഡ്ത്ത് ആണ് ഏറ്റവും വലുത്. അതിൽ ചെറുതാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഏറ്റവും ചെറുതാണ് ഹൈറ്റ്. ശരിയാണോ? അപ്പം ഏറ്റവും വലുത് ആരാണ് മക്കളെ? ബ്രെഡ്ത്ത് ആണ് ഏറ്റവും വലുത്. അതിൽ ചെറുതാരാണ്? ലെങ്ത് ആണ്. ഏറ്റവും ചെറുതാരാണ്? ഹൈറ്റ് ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ RAB. RAB എന്ന് പറഞ്ഞാൽ നോക്ക്, ലെങ്ത് ഇതിലൂടെ കറണ്ട് കടന്നു പോന്നേ, ഈ ഒരു ലെങ്തിലൂടെ കറണ്ട് കടന്നു പോണേ. അപ്പം ആ ലെങ്ത് എച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. സോ RAB അതിന് പ്രൊപ്പോർഷനായിട്ട് ആരാ ഉള്ളത്? ലെങ്ത് ഏതാ ഉള്ളത്? ആ H ആണുള്ളത്. RABക്ക് പ്രൊപ്പോർഷനായിട്ടുള്ള ലെങ്ത് എത്രയാണ്? H ആണ് ലെങ്ത്. അടുത്തത് RPQ. RPQന് പ്രൊപ്പോർഷനായിട്ടുള്ള ലെങ്ത് എത്ര? PQ നോക്ക്, PQ. സോ ഇതിൽ പ്രൊപ്പോർഷണൽ ലെങ്ത് എത്രയാണ് മക്കളെ? ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ B ആണ്. സോ RPQന് ഉള്ള ലെങ്ത് ആണ് B എന്ന് പറയുന്നത്. അടുത്തത് RXY. RXY ലെങ്ത് ആണ് RXY. XY ഇവിടുത്തെ ലെങ്ത് ആണ് എന്ത് മക്കളെ? L എന്ന് പറയണത്. ശരിയാണോ? RXYയില് ലെങ്ത് ഇതാണ്, L ആണ്. ഇതാണ് ലെങ്ത്, L ആണ് ലെങ്ത്. AB-യിൽ H ആണ് ലെങ്ത്, PQവിൽ B ആണ് ലെങ്ത്. അങ്ങനെ പറഞ്ഞേടാ, R പ്രൊപ്പോർഷണൽ L സ്ക്വയർ ആണ്. ഏറ്റവും ലെങ്ത് കൂടുതൽ ആർക്കാണ്? കൂടുതൽ ലെങ്ത് ഉള്ളത് ഇവനാണ്. നോക്ക്, B ആണ് ഏറ്റവും കൂടുതൽ. സോ ഇവൻ PQ ആണ് ഏറ്റവും വലുത്. സോ RPQ ഏറ്റവും വലുതാണ്. അതിൽ ചെറുതാരാണ്? ലെങ്ത് L ഉള്ളവനാണ്. ആരാണ്? RXY. ഏറ്റവും ചെറുത് ആരാണ്? H ആണ്. ഏറ്റവും ചെറുത് H ആണ്. ഏറ്റവും ചെറുത് H ആണ്. അപ്പൊ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ആർക്കാണ്? RABക്കാണ്. മനസ്സിലായോ? സോ ലെങ്ത് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കമ്പയർ ചെയ്യാൻ കഴിയും. ലെങ്ത് ഏറ്റവും കൂടുതലുള്ളവൻ, ലെങ്ത് ആർക്കാണ് കൂടുതൽ, അവന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇഫ് ആര് കോൺസ്റ്റന്റ് ആണെങ്കിൽ? വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പറയാൻ കഴിയും. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ മക്കളെ? ഇത് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ഇതിനി പഠിക്കാൻ പോകുന്നത് പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ആണ്. സോ പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമുക്ക് പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് നോക്ക് മക്കളെ. ക്വസ്റ്റ്യൻ ആണ്, പെർസെന്റേജ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കും, അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കും. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, വൈൽ സ്ട്രെച്ചിങ്. നോക്കടാ, ആ വാക്ക് നോക്ക്, സ്ട്രെച്ചിങ്. മക്കളെ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞേ, വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ വൈൽ സ്ട്രെച്ചിങ് ദ ലെങ്ത് L ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. കണ്ടോ, ലെങ്ത് എന്ത് ചെയ്തു? 50% ഇൻക്രീസ് ചെയ്തു. സോ ഇപ്പോഴുള്ള ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ലെങ്ത് L ആണെങ്കിൽ അതിന്റെ 50% കൂടെ കൂടി. അപ്പൊ നേരത്തെ ഉള്ള ലെങ്ത് എത്രയായിരുന്നു? ഞാൻ പറയാം, നേരത്തെ ഉള്ളത് 50% കൂടെ കൂടി എന്നാ പറഞ്ഞത്. ശരിയാണോ? നേരത്തെ ഉള്ള ലെങ്ത് L ആയിരുന്നു, ഇപ്പോൾ 50% കൂടെ. നോക്ക്, ഇതാണ് 50%. ആരുടെ 50%? ഇനിഷ്യൽ ലെങ്തിന്റെ 50% കൂടെ കൂടുതൽ കൂടി. മനസ്സിലായോ? അപ്പൊ ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 50% എന്ന് പറഞ്ഞാൽ നേരത്തെ L ലെങ്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്തു? 50%. ഇതാണ് മക്കളെ 50% എന്ന് പറയുന്നത്. എന്താണ്? 50% ഓഫ് ഇനിഷ്യൽ ലെങ്ത്. ഓഫ് ഇനിഷ്യൽ ലെങ്ത്. ഓഫ് ഇനിഷ്യൽ ലെങ്ത്. സോ ഇനിഷ്യൽ ലെങ്തിന്റെ 50% കൂടെ കൂടുതൽ കൂടി. അങ്ങനെയെങ്കിൽ പുതിയ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു പഴയ ലെങ്ത് പ്ലസ് 50%. എത്ര കിട്ടും മക്കളെ? 0.5L. ശരിയാണോ? 0.5L. സോ എത്ര കിട്ടും? പുതിയ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു 1.5L. ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 50% എന്ന് പറഞ്ഞാൽ പറയണം ഒന്നിന്റെ കൂടെ 0.5 കൂടെ കൂടി. 20% എന്ന് പറയുന്നത് നിങ്ങൾ 1 + 0.2 എത്രയാണ്? 1.2L. സോ പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞേ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം മക്കളെ. 30% ലെങ്ത് ഇൻക്രീസ് ചെയ്തു. പുതിയ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.3L എന്ന് പറയണം.
60% ഇൻക്രീസ് ചെയ്തു, എൽ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 1.6 എൽ എന്ന് പറയണം. 200% ഇൻക്രീസ് ചെയ്തു, എൽ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 2 എൽ എന്ന് പറയും. 250% ഇൻക്രീസ് ചെയ്തു, 250% ഇൻക്രീസ് ചെയ്തു, ഇങ്ങനെ പറയും എൽ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 2.5 എൽ എന്ന് പറയും. മനസ്സിലായോ? 10% കുറഞ്ഞു, 10% കുറഞ്ഞു, അപ്പൊ എങ്ങനെ പറയും എൽ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 0.9 എൽ എന്ന് പറയും. 25% കുറഞ്ഞു, അപ്പൊ നമ്മൾ പറയും എൽ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 0.75 എൽ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ 1-ൽ നിന്നും എന്തുമാത്രം കൂടി എന്തുമാത്രം കുറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു വിടാ. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പ്രാക്ടീസ് നോക്കി, പെട്ടെന്ന് പറഞ്ഞു നോക്കി, പെട്ടെന്ന് പറഞ്ഞു നോക്കി. 30% കുറഞ്ഞു, 30% കൂടി, എങ്ങനെ പറയും 30% കുറഞ്ഞു എങ്ങനെ പറയും എൽ ഡാഷ് പുതിയ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ 30% കുറഞ്ഞു, അതായത് 0.7 എൽ ഉണ്ടോ. 30% കുറഞ്ഞു. 30% കൂടി എങ്ങനെ പറയും എൽ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 1.3 എൽ. 30% കൂടി. മനസ്സിലാവുന്നുണ്ടോ? സോ അങ്ങനെ സ്വന്തമായി പറഞ്ഞു നോക്കേ. 50% കൂടി, 50% കുറഞ്ഞു. 50% കുറഞ്ഞു എങ്ങനെ പറയും എൽ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 0.5 എൽ. 50% കുറഞ്ഞു. 50% കൂടി, എൽ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 1.5 എൽ. മനസ്സിലായോ? പെട്ടെന്ന് ഇതൂടെ പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ രീതിയിൽ കണക്ക് ചെയ്യാൻ നോക്കണം. ഓക്കെ, ശരി. അപ്പൊ എന്ത് ചെയ്തു, 1.5 ഇൻറ്റു എൽ കിട്ടി, അതായത് 50% കൂടി. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? Then find the change in resistance. Change in resistance ആണ് വേണ്ടുന്നത്. നോക്കൂ മക്കളെ, ഇവിടെ സ്ട്രെച്ചിങ് എന്ന വാക്ക് കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? വോളിയം കോൺസ്റ്റന്റ് ആണ് സാർ. പറയുമോ നിങ്ങൾ? വോളിയം കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ പറയും വോളിയം കോൺസ്റ്റന്റ് ആണ്. ശരി മക്കളെ, വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇഫ് എന്നല്ല, given V which is equal to a constant. V എന്താണ് മക്കളെ? വോളിയം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. മക്കളെ വോളിയം കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾ പറയും R പ്രൊപ്പോർഷണൽ ടു പറഞ്ഞടാ L സ്ക്വയർ. പറയത്തില്ലേ R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ. ശരി മക്കളെ, R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ പെട്ടെന്ന് പറയാം? R ഡാഷ് പുതിയ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 1.5 സ്ക്വയർ ഇൻറ്റു പഴയ റെസിസ്റ്റൻസ്. ഈ കാര്യം മനസ്സിലായോ? ഏത് രീതി മനസ്സിലായോ? മനസ്സിലായാലും പറഞ്ഞുതരാം. നോക്ക്, ട്രഡീഷണൽ രീതി, പഴയ രീതി നോക്ക്. എങ്ങനെ എഴുതും? പുതിയ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ പഴയ റെസിസ്റ്റൻസ്. നോക്ക്, ഈ ഇതിനെ റേഷ്യോ ഫോർമാറ്റിലേക്ക് മാറ്റി നോക്ക്. പുതിയ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ പഴയ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു പുതിയ ലെങ്തിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ പഴയ ലെങ്ത് അതിന്റെ സ്ക്വയർ. ശരിയാണോ? സോ പറഞ്ഞേ പുതിയ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ പഴയ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു പുതിയ ലെങ്ത് എത്രയാണ്? 1.5 എന്നാ പറഞ്ഞല്ലേ. 1.5 എൽ. അതിന് എന്ത് ചെയ്യണം? സ്ക്വയർ ഡിവൈഡ് ബൈ പഴയ ലെങ്ത് എത്രയാണ്? എൽ ആണ്. സോ എൽ സ്ക്വയർ. വെട്ടി കളഞ്ഞേ, നിങ്ങൾക്ക് കിട്ടും എത്ര കിട്ടും? 1.5 സ്ക്വയർ ഡിവൈഡ് ബൈ 1 എന്ന് കിട്ടും. ശരിയാണോടാ? R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ, നമുക്ക് R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 1.5 സ്ക്വയർ ഇൻറ്റു R കിട്ടത്തില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പറയാം. നോക്ക്, L പ്രൊപ്പോർഷണൽ ടു 1.5 L ആണ്. ഇവിടെയാണെങ്കിൽ നോക്ക്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്ര കിട്ടുന്നുണ്ട്? ഇവിടെ 1.5 ആണ്. അങ്ങനെയെങ്കിൽ R ഡാഷ് നോക്ക്, പ്രൊപ്പോർഷണൽ എന്താണ്? R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ എന്നാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ് R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ എടുക്കണം. ആ കോൺസ്റ്റന്റിന്റെ സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യണം? കണക്ക് ചെയ്യണം. ആൻസർ കിട്ടും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കണക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡ് ചുമ്മാ ചെയ്ത് നോക്കണം. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഓക്കെ, സോ നമുക്ക് ചെയ്ത് നോക്ക്. R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും മക്കളെ? ഇവിടെ കിട്ടും നിങ്ങൾക്ക് 2.25. ശരിയാണോ? 225 15 സ്ക്വയർ 225 ഇൻറ്റു R എന്ന് കിട്ടും. നോക്ക്, ഇതാണ് വേണ്ടുന്നത്. പുതിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണോ വേണ്ടുന്നത്? അല്ല, പെർസെന്റേജ് ചേഞ്ച് ആണ് വേണ്ടുന്നത്. ശരിയാണോ? പെർസെന്റേജ് ചേഞ്ച് ആണ് വേണ്ടുന്നത്. ശരി മക്കളെ, പെർസെന്റേജ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇക്വേഷൻ എന്താണ്? നമ്മുടെ പുതിയ വാല്യൂ ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100. ശരിയാണോ? ഇതാണ് പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു പുതിയ വാല്യൂ എത്രയാണ്? R ഡാഷ് എത്രയാണ്? 2.25
R മൈനസ് പഴയ വാല്യൂ R ആണ് ഡിവൈഡ് ബൈ പഴയ വാല്യൂ R ആണ് ഇൻറ്റു 100. എത്ര കിട്ടും മക്കളെ? 2.25 1.25 എന്ന് കിട്ടും. 1.25 R ഡിവൈഡ് ബൈ R ഇൻറ്റു 100. ശരിയാണോ? ആറും ക്യാൻസലായി 125% എന്ന് ആൻസർ കിട്ടും. എത്രയാണ്? 125%. നോക്കൂ മക്കളെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? V which is equal to a constant ഇത് ഓർത്തിരിക്കണം. അങ്ങനെയെങ്കിൽ R പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? L² ആയിരിക്കും. മനസ്സിലായോ? ഇത് കീവേഡ് ആണ്. ഇത് വെച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഇവനെ കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? while stretching a wire by 20%. പറഞ്ഞേ മക്കളെ, while stretching a wire by 20%. L dash പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. L dash which is equal to പറഞ്ഞേ. നിങ്ങൾ പറയും സാർ അത് 1.2 L എന്ന് പറയും. പറയത്തില്ലേടാ? പറയും. സ്ട്രെച്ചിങ് എന്ന വാക്ക് കേൾക്കുകയാണ്, നിങ്ങൾ എന്ത് പറയും? സാർ വോളിയം കോൺസ്റ്റന്റ് ആണ്, V which is equal to a constant എന്ന് പറയും. പറയത്തില്ലേ നിങ്ങൾ? പറയും. ശരി മക്കളെ, അങ്ങനെയെങ്കിൽ പറഞ്ഞേ R പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? L² ആയിരിക്കും. R പ്രൊപ്പോർഷണൽ N² ആണെങ്കിൽ പറഞ്ഞേ R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? പെട്ടെന്ന് പറഞ്ഞേ. മറ്റേ ട്രിക്ക് ഒന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാതെ പെട്ടെന്ന് പറഞ്ഞേ. R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ പറയും സാർ 1.2². നോക്ക്, ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണോ അതിന്റെ സ്ക്വയർ എടുക്കണം. നോക്ക്, L² അതിന്റെ സ്ക്വയർ എടുക്കണം. കണ്ടോ? ഇൻറ്റു എന്താണ്? R എന്ന് പറയും. സോ R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 114 1.44. ശരിയാണോ? 1.44 R എന്ന് കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പെർസെന്റേജ് ചേഞ്ച് ആണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസിന്റെ പെർസെന്റേജ് ചേഞ്ച് എങ്ങനെ എഴുതാം? പെർസെന്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു പുതിയ റെസിസ്റ്റൻസ് 1.44 R മൈനസ് പഴയ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ പഴയ റെസിസ്റ്റൻസ് ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 0.44 R ഡിവൈഡ് ബൈ R ഇൻറ്റു 100. എത്ര കിട്ടും മക്കളെ? 44%. ഇത് ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുകയാണ്. കേട്ടോ, പോസിറ്റീവ് സൈൻ ആണ്. അതിന് ഇനി എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അത്രയും 44% കൂടെ കൂടി എന്നാണ് അർത്ഥം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായി ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ, അടുത്തത് നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2017 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വീഡിയോ പോസ് ചെയ്യണം. വിത്തിൻ സെക്കൻഡ്സ് 30 സെക്കൻഡ് ആൻസർ പറയാൻ നോക്കണം. 30 സെക്കൻഡ് തരും, പെട്ടെന്ന് ആൻസർ പറയാം. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് R. Then what will be the new resistance if it is stretched by n times? So L പുതിയ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞ പഴയ ലെങ്തിന്റെ n ടൈംസ് ആയിട്ട് മാറി. ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് n ടൈംസ് ആയിട്ട് മാറി. കണ്ടോ? സ്ട്രെച്ച് ചെയ്തു, n ടൈംസ് സ്ട്രെച്ച് ചെയ്തു. നിങ്ങൾ എന്ത് പറയും? വോളിയം എന്താണ് മക്കളെ? A കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണ്. R പ്രൊപ്പോർഷണൽ ടു L² ആണ്. പുതിയ റെസിസ്റ്റൻസ് പറഞ്ഞടാ മക്കളെ. പുതിയ റെസിസ്റ്റൻസ് പറഞ്ഞേ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്? n ആണ്. അപ്പം എങ്ങനെ പറയും? n². പറഞ്ഞേ R. മനസ്സിലായോ? പുതിയ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു n² R. നോക്കടാ, എത്ര സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ അല്ലേ? സോ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിഷ്പ്രയാസമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. നമ്മൾ നോക്കുന്നത് മാക്സിമം ഡീറ്റെയിൽ ഇറങ്ങി ചെല്ലാൻ നോക്കും. അതായത് നിങ്ങൾക്ക് എവിടെയാണോ പ്രയാസം വരുന്നത് അവിടെ നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യും. മക്കളെ, ഓരോ ടോപ്പിക്കിൽ നിന്നും മിനിമം 10 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ DPP കിടപ്പുണ്ട്. ഉറപ്പായും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത്തരം കോൺസെപ്റ്റിന് ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ. സോ എന്ത് മോഡൽ വന്നു കഴിഞ്ഞാലും ഏത് ടൈപ്പ് വന്നു കഴിഞ്ഞാലും ചെയ്യാവുന്നൊരു ശേഷി ഉണ്ടാവണം. എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ ജസ്റ്റ് വീഡിയോ കാണുക, ആ വീഡിയോയിലുള്ള 4, 3, 7 ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രം പോരാ. നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായി ചെയ്യണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് ക്യാപിറ്റൽ R. വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാടാ? ക്യാപിറ്റൽ R ആണ്. Then what will be its new resistance by compression? Its radius become half. So radius എന്തായിട്ട് മാറും മക്കളെ? R ന്റെ വാല്യൂ ഇതായിട്ട് മാറി. പുതിയ റേഡിയസ് എന്ന് പറയുന്നത്
പുതിയ റേഡിയസ് എന്ന് പറയുന്നത് ആർ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിട്ട് മാറി? r/2 ആയിട്ട് മാറി. പഴയ റേഡിയസിന്റെ പകുതിയായിട്ട് മാറി. സോ റേഡിയസ് ആണ് മാറിയത്. അപ്പൊ ആർക്കാ ചേഞ്ച്? ഏരിയക്കാണ് ചേഞ്ച്. റേഡിയസ് മാറുമ്പോൾ ആർക്കാണ് ചേഞ്ച്? ഏരിയക്ക് ചേഞ്ച് ഉണ്ടാവും. ഇവിടെ സ്ട്രെച്ചിങ് എന്നൊരു വാക്ക് കേട്ടോ. നിങ്ങൾ കണ്ടോ സ്ട്രെച്ചിങ്? അല്ല, ബൈ കംപ്രഷൻ കണ്ടോ? അല്ല, സ്ട്രെച്ചിന് പകരം എന്താ കണ്ടത്? കംപ്രഷൻ എന്നാ കണ്ടത്. മക്കളെ സ്ട്രെച്ചിങ്, കംപ്രഷൻ എന്താണ്? ബെൻഡിങ്, മോൾഡിങ് കണ്ട മീനിങ് എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ വോളിയം എന്താണ്? V which is equal to a കോൺസ്റ്റന്റ്. പഠിപ്പിച്ചല്ലേ? പഠിപ്പിച്ചാണ്. സോ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണ് മക്കളെ. വോളിയം കോൺസ്റ്റന്റ് ആയി പറഞ്ഞ് R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ ആണ്. സമ്മതിച്ചു. ഇവിടെ L ആണോ എടുക്കണേ? അല്ല. പറഞ്ഞ് R പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/a സ്ക്വയർ എന്ന് പറയേണ്ടി വരും. ശരിയാണോ? ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. R പ്രൊപ്പോർഷണൽ ടു പറഞ്ഞ് R പ്രൊപ്പോർഷണൽ ടു 1/a സ്ക്വയർ. മക്കളെ അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാ R പ്രൊപ്പോർഷണൽ ടു 1/a സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ പറയാം? വിച്ച് ഈസ് ഈക്വൽ പ്രൊപ്പോർഷണൽ ടു ഇവിടെ എങ്ങനെ പറയാം? റേഡിയസ് ആണ് കിടക്കുന്നത് അല്ലേ? അതായത് 1/r⁴ എന്നും പറഞ്ഞുകൂടെ? നോക്ക്, ഏരിയ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. സോ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യണം? R പ്രൊപ്പോർഷണൽ ടു 1 ഏരിയക്ക് പകരം പറയണം πr². ഇത് ഏരിയയാണ്, ദ ഹോൾ സ്ക്വയർ. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പം എങ്ങനെ പറയാം? R പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇത്രയും ഭാഗം കോൺസ്റ്റന്റ് ആണ്. സ്ക്വയർ, ഇവിടെയും സ്ക്വയർ ഉണ്ട്, ⁴. ശരിയാണോ? ഇങ്ങനെ പറഞ്ഞുകൂടെ? പറയാം. സോ ഈ കാര്യം മനസ്സിലായോടാ? R പ്രൊപ്പോർഷണൽ ടു പറഞ്ഞ് R പ്രൊപ്പോർഷണൽ ടു 1/r². സ്മോൾ r⁴ എന്ന് പറയും. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? ശരി. അങ്ങനെയെങ്കിലും മക്കളെ പെട്ടെന്ന് പറഞ്ഞേടാ, R which is equal to r/2 ആണ്. ഇവിടെ ആണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്? 1/2 ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്? 1/2 ആണ്. സോ R which is equal to പറഞ്ഞേ ½ into R എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഹാഫ് ആണ്. ഇവിടെ ആണെങ്കിൽ എത്രയാണ്? R പ്രൊപ്പോർഷണൽ ടു 1/r⁴ ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ പുതിയ റെസിസ്റ്റൻസ് R ഡാഷ് which is equal to എങ്ങനെ വരും? പറഞ്ഞേ എങ്ങനെ വരും? ഇവിടെ 2⁴ എന്ന് വരും. നോക്ക്, ഇവിടെയും 1/, ആണ്, ഇവിടെയും 1/, ആണ്, ഇവിടെയും 1/, ആണ്, ഇവിടെയും 1/, ആണ്. 2⁴ എന്ന് വരും. ശരിയാണോ? 2⁴R. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഴയ സ്റ്റെപ്പ് ചെയ്ത് നോക്കണം. ഇത് മനസ്സിലാകാൻ പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? പഴയ സ്റ്റെപ്പ് ചെയ്ത് നോക്ക്. പഴയ സ്റ്റെപ്പ് എന്താണ്? പുതിയ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ പഴയ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു പുതിയ റേഡിയസ് ഡിവൈഡ് ബൈ പഴയ റേഡിയസ് ദ ഹോൾ റേസ് ടു നോക്ക തിരിച്ചു പറയണം. പഴയ റേഡിയസ് ഡിവൈഡ് ബൈ പുതിയ റേഡിയസ് ദ ഹോൾ റേസ് ടു 4 എന്ന് പറയും. ശരിയാണോ? R പ്രൊപ്പോർഷണൽ ടു 1/4 ആണ്. r⁴ ആണ്. എന്ത് ചെയ്യും? നമ്മൾ തല തിരിച്ച് പറയേണ്ടി വരും. ശരിയാണോ? 1/, കിടക്കുന്നത് തല തിരിച്ച് പറയേണ്ടി വരും. പറഞ്ഞു മക്കളെ, R ഡാഷ് ഡിവൈഡ് ബൈ R വിച്ച് ഈസ് ഈക്വൽ ടു R ഡിവൈഡ് ബൈ R ഡാഷിന് പകരം എന്ത് പറയാം? R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു r/2 ആണ്. r/2 ദ ഹോൾ റേസ് ടു 4. സോ ആറും ക്യാൻസൽ ആയിപ്പോയി. ഇതെന്ത് ചെയ്യും? തലതിരിച്ച് മൂടി വരുമ്പോൾ എന്ത് ചെയ്യും? 2 ആയിട്ട് മാറും. R ഡാഷ് ഡിവൈഡ് ബൈ R വിച്ച് ഈസ് ഈക്വൽ ടു 2⁴. അങ്ങനെയെങ്കിൽ പറഞ്ഞേ R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 2⁴R എന്ന് വരും. ശരിയാണോ? ഒന്നുകിൽ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പ് എഴുതാം, അല്ലെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം. നിങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ആ രീതി ചെയ്യാൻ നോക്കുക. സോ R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞ മക്കളെ ഇത് 16 വരും. ശരിയാണോ? 16R. മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. സോ എന്താ കണ്ടുപിടിക്കേണ്ടത്? പേഴ്സണലി ആണോ? അല്ല, പുതിയ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായി ചെയ്യാൻ നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കുന്നത്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരാം. നോക്കൂ മക്കളെ, ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വയറിന്റെ ആണെങ്കിൽ ഇതൊരു വയറാണ്. വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ക്യാപിറ്റൽ R ആണ്. സോ ഇതിന്റെ റേഡിയസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? പുതിയ റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു R/3 ആയിട്ട് മാറ്റി. R/3 ആയിട്ട് മാറ്റി. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ റെസിസ്റ്റൻസ്? കംപ്രഷൻ വഴിയാണെങ്കിൽ ബൈ കംപ്രഷൻ വഴിയാണെങ്കിൽ എന്ത് ചെയ്തു മക്കളെ? ഇതിന്റെ ആണെങ്കിൽ റേഡിയസ് ഇതായിട്ട് മാറ്റി R/3 ആയിട്ട് മാറ്റി. അങ്ങനെയെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്?
കംപ്രഷൻ വഴി റേഡിയസ് r/3 ആയിട്ട് മാറ്റി, പഴയ റേഡിയസിന്റെ 1/3 ടൈംസ് ആയിട്ട് മാറ്റി. അങ്ങനെയെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്? വീഡിയോ പോസ് ചെയ്തേ, സ്വന്തമായി ചെയ്തേ. നിങ്ങൾ പറയും സാർ സോ സിമ്പിൾ. എങ്ങനെയാണ്? r ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു r/3, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 1/3r. പറഞ്ഞൂടെ? പറയാം. കംപ്രഷൻ ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ r പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ ഏരിയ സ്ക്വയർ എന്ന് പറയണം. പറയത്തില്ലേ? പറയും. കംപ്രഷൻ ആണ്, ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞടാ, പുതിയ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 3. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? റേസ് ടു 4 എന്ന് പറഞ്ഞൂടെ? പുതിയ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 3/4 എന്ന് പറയും. ശരിയാണോ? 3/4 എന്ന് പറയും. എത്രയാണ്? 3/4r. ശരിയാണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി കണക്ക് ചെയ്യണം. r ഡാഷ് ഡിവൈഡ് ബൈ r വിച്ച് ഈസ് ഈക്വൽ ടു r ഡിവൈഡ് ബൈ r ഡാഷ് ദ ഹോൾ റേസ് ടു 4 എന്ന് പറയും. r ഡാഷ് ഡിവൈഡ് ബൈ r വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞ മക്കളെ r ഡിവൈഡ് ബൈ r/3 ദ ഹോൾ റേസ് ടു 4 എന്ന് പറയും. r ഉം r ഉം ക്യാൻസൽ ആകും. ഇവിടെ r ഡാഷ് ഡിവൈഡ് ബൈ r വിച്ച് ഈസ് ഈക്വൽ ടു 3/4 എന്ന് പറയും. r ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 3/4r എന്ന് പറയും. പറയത്തില്ലേടാ? പറയും. എത്ര കിട്ടും ഇവിടെ? r ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 81r എന്ന് കിട്ടും. 81r. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ നോക്കൂ മക്കളെ. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് സോ സ്മോൾ. പെർസെൻറ്റേജ് ചേഞ്ച് വളരെ ചെറുതാണെങ്കിൽ എങ്ങനെയാണ് കണക്ക് ചെയ്യുന്നത്? നോക്ക്, നമ്മൾ ഇതുവരെ പഠിച്ച തൊട്ട് മുന്നേ ആണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ചിന്റെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. പെർസെൻറ്റേജ് ചേഞ്ച് 44%, പെർസെൻറ്റേജ് ചേഞ്ച് 125%, അല്ലേ? 125% ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ആയിട്ട് കിട്ടിയത്. അതൊക്കെ വലിയ പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. ഇതൊക്കെ വലിയ പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയ പെർസെൻറ്റേജ് ചേഞ്ചിനെ പറ്റിയാണ്. ഇഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് സോ സ്മോൾ. ചെറിയ പെർസെൻറ്റേജ് ചേഞ്ച് എത്ര ചേഞ്ച് ആണ്? എത്ര ശതമാനം ചേഞ്ച് ചെയ്യണം? ലെസ് ദാൻ 5%. 5%നേക്കാളും ചെറുതാണ് ചേഞ്ച് എങ്കിൽ നമ്മൾ ഇനി പറഞ്ഞ ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്. പഴയ ടെക്നിക്ക് യൂസ് ചെയ്യരുത്. ചെറിയ ചേഞ്ച് ആണെങ്കിൽ, വളരെ ചെറിയ ചേഞ്ച് ആണ്, 5%നേക്കാളും താഴ്ന്ന ചേഞ്ച് ആണ് ഉള്ളതെങ്കിൽ, ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് 5%നേക്കാളും താഴ്ന്ന ചെറിയ ചേഞ്ച് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ മാത്രമേ കണക്ക് ചെയ്യാവൂ. പഴയ മെത്തേഡിൽ കണക്ക് ചെയ്യരുത്. സോ എന്ത് ചെയ്യണം മക്കളെ? പറഞ്ഞേ. നമുക്കറിയാം അറ്റ് v വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ആര് കോൺസ്റ്റന്റ് ആണെങ്കിൽ? വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പറഞ്ഞടാ r പ്രൊപ്പോർഷണൽ ടു l² അല്ലേ? ആണ്. r പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ a² അല്ലേ? ആണ്. r പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ r/4 അല്ലേ? ആണ്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെയും പറയാം, a⁻², r⁻⁻4 പറഞ്ഞൂടെ? പറയാം. ശരി മക്കളെ, പറയാണ് ഇഫ് ലെങ്ത് ഹാസ് പെർസെൻറ്റേജ് ചേഞ്ച്. ലെങ്ത് ഹാസ് പെർസെൻറ്റേജ് ചേഞ്ച്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണെന്നറിയാമോ? x% ആണ്. ലെങ്തിന് x% ചേഞ്ച് ഉണ്ട്. അങ്ങനെയെങ്കിൽ റേഡിയസ് എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാവും? റേഡിയസിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയായിരിക്കും? വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ്? ഇങ്ങനെ പറയും നിങ്ങൾ, ആ ലെങ്തിന് x% ചേഞ്ച് ഉണ്ടെങ്കിൽ നോക്ക് r പ്രൊപ്പോർഷണൽ ടു l² ആണ്. അപ്പൊ നിങ്ങൾ പറയും ആ 2x ചേഞ്ച് ആണ്, പെർസെൻറ്റേജ് ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റൻസിന് ഉണ്ടാവുന്നത്. സോ ലെങ്തിന് x% ചേഞ്ച് ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസിന് 2x% ചേഞ്ച് കാണും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് പറയുകയാണ് ഒരു 1% ചേഞ്ച് ഉണ്ട്. ലെങ്തിന് 1% ചേഞ്ച് ഉണ്ട്. അങ്ങനെയെങ്കിൽ റെസിസ്റ്റൻസിന് 2% ചേഞ്ച് ഉണ്ട്. ലെങ്ത് 1% ഇൻക്രീസ് ചെയ്തു, റെസിസ്റ്റൻസ് 2%. ഇവിടെ പോസിറ്റീവ് അല്ലേ? സോ ഇൻക്രീസ് എന്ന് പറയണം. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസ് എന്ന് പറയണം, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസ് എന്ന് പറയണം. പറയാണ് ലെങ്ത് 2% ഡിക്രീസ് ചെയ്തു. ലെങ്ത് 2% ഡിക്രീസ് ചെയ്തു. റെസിസ്റ്റൻസ് 4% ഡിക്രീസ് ചെയ്യും. ഇവിടെ ഡിക്രീസ് ആണെങ്കിൽ ഇവിടെയും ഡിക്രീസ്, ഇവിടെ ഇൻക്രീസ് ആണെങ്കിൽ ഇവിടെയും ഇൻക്രീസ്. മനസ്സിലായോ? പോസിറ്റീവ് തന്നെ മീനിങ് അതാണ്. പെർസെൻറ്റേജ് ചേഞ്ച് പോസിറ്റീവ് ആണെങ്കിൽ മീനിങ് എന്താ മക്കളെ? നോക്ക്, പെർസെൻറ്റേജ് ചേഞ്ച് ഇവിടെ x ആണെങ്കിൽ ഇവിടെ 2x ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ കൂടുമ്പോൾ ഇവിടെയും കൂടും, ഇവിടെ കുറഞ്ഞാൽ ഇവിടെയും കുറയും. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ, പെർസെൻറ്റേജ് ചേഞ്ച് ആണെങ്കിൽ 2.5% ഇൻക്രീസ് ചെയ്തു. ലെങ്തിന്റെ പെർസെൻറ്റേജ് ചേഞ്ച്
2.5 5നേക്കാളും താഴെയാണ് 2.5% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ റെസിസ്റ്റൻസ് എത്ര പെർസെന്റേജ് മാറും? കൂടുമോ കുറയുമോ? എത്ര പെർസെന്റേജ്? എത്ര പെർസെന്റേജ് ആണ്? 2.5 ആണ്. അപ്പോൾ 2 × 2.5 എത്രയാണ്? 5. 2 × 2.5 എത്ര കിട്ടും മക്കളെ? 5. സോ 5% എന്ത് ചെയ്യും? 5% ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഇൻക്രീസ് ആണെങ്കിൽ ഇവിടെയും ഇൻക്രീസ് 5% ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? സിമ്പിൾ അല്ലടാ? സോ സിമ്പിൾ. ഈ കാര്യം മനസ്സിലായല്ലോ? വായിക്കട്ടെ. ശരി. അപ്പോ റെസിസ്റ്റൻസിന്റെ പെർസെന്റേജ് ചേഞ്ച് പറഞ്ഞേ. നിങ്ങൾ പറയും സാർ ഇത് 2x% ആണെന്ന് പറയും. പറയത്തില്ലേ? പറയും. ശരി. അങ്ങനെയെങ്കിൽ അടുത്തത് ഇഫ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ y% ആണ്. പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ എത്ര മക്കളെ? y% ആണ്. അങ്ങനെയെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് എത്രയാണ്? അപ്പൊ എങ്ങനെ പറയും? നോക്ക്, ഇവിടെ r പ്രൊപ്പോർഷണൽ ടു a raised to -2 ആണ്. ഇവിടെ l² ആണ്, ഇവിടെ raised to -2 ആണ്. അതിന്റെ മീനിങ് എന്താണ്? ഇത് -2 എത്രയാണ്? ഇത് y ആണെങ്കിൽ y%, -2y% ഉണ്ടാവും. അതിന്റെ മീനിങ് എന്താണ്? ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. മൈനസിന്റെ മീനിങ് എന്താണ്? ഇവിടെ കൂടുന്നതനുസരിച്ച് ഇവിടെ കുറയും. പറഞ്ഞ മക്കളെ, ഇഫ് ഏരിയ 1% കൂടി, ഏരിയ 1% കൂടി, റെസിസ്റ്റൻസിന് എന്ത് മാറ്റം ഉണ്ടാകും? റെസിസ്റ്റൻസ് 2% ഉണ്ടോ? 2% കൂടുമോ കുറയുമോ? മൈനസിന്റെ മീനിങ് എന്താണ്? കുറയും. 2% കുറയും. ഇനി 1% ഇവിടെ കുറഞ്ഞാലോ? ഇവിടെ 1% കുറഞ്ഞാലോ? ഇവിടെ പറയണം 2% കൂടി എന്ന് പറയണം. ഇവിടെ കുറയുമ്പോൾ ഇവിടെ കൂടും. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗം റെസിസ്റ്റൻസ് റേഡിയസ് വെച്ച് പറയാൻ പോവുകയാണ്. പെട്ടെന്ന് ആൻസർ പറയണം. ഇഫ് പെർസെന്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് ഈസ് z%. എത്ര പെർസെന്റേജ് ആണ്? z% ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ റേഡിയസ്? ഇങ്ങനെ പറയും. നിങ്ങൾ പറയണം ഇവിടെ എത്രയാണ്? -4. സോ -4 എത്രയാണ്? z%. ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് റേഡിയസ് ആണെങ്കിൽ 1%, റേഡിയസ് 1% കൂടി, റേഡിയസ് 1% കൂടി. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ, റേഡിയസ് 1% കൂടിയാൽ റെസിസ്റ്റൻസ് എത്ര പെർസെന്റേജ് മാറും? ഇവിടെ -4 അല്ലേ? വേണ്ട, ഇങ്ങനെ പറയാം 4%. 4 × 1 എത്ര കിട്ടും മക്കളെ? 4%. 4% കൂടുമോ കുറയുമോ? മൈനസ് എടുക്കുന്നുണ്ടോ? 4% കുറയും. സോ ആര് കൂടുന്നതനുസരിച്ച് ഇവിടെ റേഡിയസ് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ r 1% കൂടുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് 4% കുറയും. മനസ്സിലായോ? സോ ഇത് എവിടെ വരെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ? 5% വരെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 5% കൂടുതലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 5%നേക്കാളും കൂടുതലുള്ള പെർസെന്റേജ് ചേഞ്ചിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. മനസ്സിലായോ? 5% വരെ നമുക്ക് ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ.